ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നിന്റെ നോട്ടം നല്ലതോ ആണെങ്കിൽ നേട്ടം വളരെ വലുതായി. നമ്മുടെ നോട്ടം ശരിയായ നോട്ടമെങ്കിൽ അതിലൂടെ നമുക്ക് വൻ നേട്ടം കൊയ്യാൻ പറ്റും. ഇത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യുവർ മൗത്ത് ഈസ് അഗ്ലി ഹൂ കെയർസ് ഫോർ യുവർ ബ്യൂട്ടി. നിന്റെ സംസാരം ശരിയല്ലെങ്കിൽ നിന്റെ സൗന്ദര്യത്തിന് ആര് വലിയ വില കൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നോട്ടം ശരിയല്ലെങ്കിൽ അത് ഒരുപാട് നമ്മളെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ, വെറുക്കുന്നതിന് പോലും അത് കാരണമായി മാറാം. ഒരുവനെക്കുറിച്ച് ചില ചെറുപ്പക്കാർ പോലും അവരുടെ ഗ്രൂപ്പിൽ സംസാരിച്ചൊരു കാര്യം. ഇനി അവർ പറഞ്ഞത്, ഈ മനുഷ്യന്റെ മക്കളെ കെട്ടിക്കാറായി, എന്നിട്ട് പോലും അവൻ്റെ ഈ വായു നോട്ടം, പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള ഒരു നോട്ടം കാണുമ്പോഴേ അറിയാം അവൻ കോഴിയാണ്. അതാണ് ആ ചെറുപ്പക്കാർ അവർ കമന്റ് പറഞ്ഞതാ. അപ്പൊ നമ്മുടെ നോട്ടം ശരിയല്ലെങ്കിൽ നമ്മുടെ വില പോകും, നമ്മൾ വിലകെട്ടവരായി മാറും എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിത് വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. അതുകൊണ്ട് തന്നെ ജോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോബിന്റെ പുസ്തകം 31:1 വചനം വായിച്ചാൽ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒരു കന്യകയെ തെറ്റായ രീതിയിൽ നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ഉടമ്പടി ദൈവവുമായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര സൗന്ദര്യമുള്ള വ്യക്തികൾ വന്നാലും മോശമായ രീതിയിൽ അവരെ കണ്ട് അതൊരു ജഡിക ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത് അസാധ്യമായി മാറും. നമുക്കിതിനു പകരം ജഡം നമ്മളിൽ ജ്വലിച്ചു നിൽക്കുന്നത് കൊണ്ടും ജഡിക താല്പര്യങ്ങൾ നമ്മെ ഓവർ പവർ ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മുടെ മേൽ ഭരണം നടത്തുന്നത് കൊണ്ടാണ് തെറ്റായ രീതിയിൽ നാം നോക്കിപ്പോകുന്നത്, അങ്ങനെയുള്ള കമന്റുകൾ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. മത്തായി 6:22 വചനം, കണ്ണ് നല്ലതെങ്കിൽ ശരീരം മുഴുവൻ നല്ലതായിരിക്കും. നമ്മുടെ നോട്ടം ശരിയല്ലെങ്കിൽ വൻ നേട്ടം അതിലൂടെ നമുക്കുണ്ടാകും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ശരീരം മുഴുവൻ നല്ലതായിരിക്കും. മത്തായി 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് വലിച്ചെറിയുക. 2 കണ്ണോടും കൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കണ്ണോടുകൂടി സ്വർഗത്തിൽ പോകുന്നത്. ശരീരഭാഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ഏതാനും വചനങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാകും, നോട്ടം ശരിയെങ്കിൽ, നല്ല രീതിയിലെങ്കിൽ നേട്ടം വലുതായിരിക്കും. സങ്കീർത്തനം 34:5 വചനം പറയുന്നുണ്ട്, ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ഈ ലോകത്തിലേക്കും അല്ലെങ്കിൽ ജഡസുഖം തരുന്ന കാര്യങ്ങളിലേക്കും നോക്കിയിരിക്കുന്നതിനേക്കാൾ, മ്ലേച്ഛതകൾ ദർശിക്കുന്നതിനേക്കാൾ ദൈവത്തെ നോക്കിയിരിക്കണം. അങ്ങനെയുള്ളവർ പ്രകാശിതരാകും, അവർക്കൊരു ആത്മീയ ആനന്ദമുണ്ടാകും എന്നുള്ളത് ഈ വചനഭാഗം പഠിപ്പിക്കുക. സങ്കീർത്തനം 123 2 വചനത്തിൽ സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരുണ എനിക്ക് കിട്ടുവോളം ഞാൻ ദൈവത്തെ നോക്കിയിരിക്കും. ആ കരുണയ്ക്ക് വേണ്ടി ദൈവത്തെ നോക്കി വിളിച്ചു പ്രാർത്ഥിക്കും എന്നുള്ളത് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ 19:1 മുതൽ വായിക്കുമ്പോൾ, സിക്കമോർ മരത്തിൽ കയറി യേശു അതിലെ വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ കയറി യേശുവിനെ നോക്കിയിരിക്കുന്ന ഒരു രംഗം, അവനും അവൻ്റെ കുടുംബവും അതുമൂലം രക്ഷ പ്രാപിച്ചു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഹെബ്രായ ലേഖനം 12 14 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകണം. അശുദ്ധിയിലേക്ക് പോയത് വിശുദ്ധീകരിച്ചെടുക്കണം, അപ്പോഴാണ് ദൈവത്തെ കാണാൻ സാധിക്കുക. മത്തായി 25 അവിടെ നമ്മൾ കാണുന്നുണ്ട്, കരുണാർദ്ര സ്നേഹമുള്ളവര് അവർ ദൈവത്തെ കാണും. മറ്റുള്ളവരിൽ ദൈവസാന്നിധ്യം കണ്ടുകൊണ്ട് അവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട്, നോട്ടം ദുഷിച്ചാൽ അതിൻ്റെ നഷ്ടം വളരെ വലുതായിരിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നോട്ടം ദുഷിച്ചാൽ നമുക്ക് വേണമെങ്കിൽ സ്വർഗം പോലും നഷ്ടപ്പെടാം. 2 പത്രോസ് 2 14 വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, വ്യഭിചാരാസക്തി നിറഞ്ഞ നോട്ടമുള്ളവര്, അവരുടെ കണ്ണുകൾ എപ്പോഴും വ്യഭിചാരാസക്തിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പ്രഭാഷകൻ 23:16 പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരുടെ ജീവിതം വട്ടപൂജ്യമാകും. അവര് ചാരമാകുന്നിടം വരെ ആ ഒരു പ്രവൃത്തി അവർ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 30:13 6:17 വായിച്ചാൽ ഗർവ് കലർന്ന കണ്ണിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരുടെ നോട്ടം ശരിയായിരിക്കില്ല, അഹങ്കാരമാണ് അവരുടെ നോട്ടത്തിൽ മുറ്റി നിൽക്കുന്നത്, അതവരെ നാശത്തിലേക്ക് നയിക്കും. സുഭാഷിതങ്ങൾ 18:12 വായിച്ചാൽ അവിടെയും ഗർവ് കലർന്ന കണ്ണ്, നോട്ടത്തിൽ ഗർവ് പ്രകടമാകുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രഭാഷകൻ 14:8 വായിച്ചാലോ, അസൂയാലുവിൻ്റെ കണ്ണ് കുടിലമാണ്, അവർക്ക് ശരിയായ നോട്ടം അവർക്ക് ഉണ്ടാകില്ല. ഉത്തമഗീതം
8:6 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അസൂയാലുവിൻ്റെ കണ്ണല്ല, ദൈവഭക്തരുടെ കണ്ണാണ്. അങ്ങനെയുള്ളവരുടെ നോട്ടമാണ് നേട്ടം കൊയ്യുന്നത്. 2 സാമുവേൽ 11 അധ്യായം വായിക്കുമ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട്, ദാവീദ് ബത്ശേബ കുളിക്കുന്നത് നോക്കി നിന്ന് അത് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് അവരെ നയിച്ചത്. കൊലപാതക കുറ്റത്തിലേക്ക് പോലും നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 13 അധ്യായത്തിൽ 2 ശ്രേഷ്ഠന്മാര് അവര് സൂസന്നായെ നോക്കി ആസക്തിയോടെ അവളെ നോക്കി നിന്നു. അതിന്റെ ഫലമായിട്ട് അവസാനം അവർ തന്നെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5:27 മുതൽ വായിച്ചാൽ, ആസക്തിയോടെ മറ്റൊരാളെ നോക്കുമ്പോൾ അവരുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പറയുന്നുണ്ട്, നോട്ടം നല്ലതെങ്കിൽ നേട്ടം വലുതായിരിക്കും, നോട്ടം ദുഷിച്ചതെങ്കിൽ നഷ്ടം വലുതായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത പല വ്യക്തികളുമുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.